ഇത്തവണ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ അടിപൊളി ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാലന്റൈൻസ് ഡേക്ക് അനുയോജ്യമായ ഒരു ടോപ്പിക്. ഞമ്മളും ഞമ്മന്റെ ജെഫ്രി എപ്സ്റ്റീനും. ആരാണ് ശരിക്കും ജെഫ്രി എപ്സ്റ്റീൻ? ഇത് ഇയാൾ എങ്ങനെയാണ് ഇത്രയും ഉയരങ്ങളിലെത്തിയത്? ഇപ്പോ ആള് ജീവിച്ചിരിപ്പില്ല. എന്നാലും എങ്ങനെയാണ് ഇത്രയും ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഇത്രയും സെലിബ്രിറ്റി ഫ്രണ്ട്സ് എങ്ങനെയാണ് ഇയാൾക്ക് ഉണ്ടായത്? ഇത്രയും എലൈറ്റ് നെറ്റ്വർക്ക് ഇയാൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? ഇത്രയും റിച്ച് ആൻഡ് പവർഫുൾ ആയത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം അങ്ങനെ ആർക്കും അറിയില്ല. കാരണം വളരെ പാവപ്പെട്ട ഒരു നിലയിൽ നിന്ന് വന്നൊരു ചെറുക്കൻ എങ്ങനെയാണ് പെട്ടെന്ന് ഹൈ സൊസൈറ്റിയിൽ കയറി പറ്റിയത് എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ് ശരിക്കും. എന്താണ് ഇയാളുടെ ഫണ്ടിനുള്ള സോഴ്സ്? എങ്ങനെയാണ് ഇയാൾ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയത്? എന്തായിരുന്നു ശരിക്കും ലീഗൽ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇല്ലീഗൽ ബിസിനസ്സുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇതൊന്നും ട്രേസ് ചെയ്യാൻ ശരിക്കും ആർക്കും അധികം പറ്റിയിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ച യുഎസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഏകദേശം 3 മില്യൺ ഫയൽസ് പുറത്തുവിടുകയുണ്ടായി. അതിൽ ജെഫ്രി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച ഇമെയിൽസ് മുതൽ വെക്കേഷൻ ഫോട്ടോസ് വരെയുള്ള ഫയൽസ് ആണ് ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഫയൽസിൽ ഒരുപാട് പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഫയൽസ് ഇവരടുത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. പക്ഷേ കഴിഞ്ഞ ആഴ്ച മാത്രമേ ഇത് ഇവർ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഈ ഫയൽസിന്റെ ഉള്ളിലുള്ള പേര് നോക്കിയാൽ മനസ്സിലാവും ആരാണ് ഈ വേൾഡ് റൺ ചെയ്യുന്നത് എന്ന്. 2 US പ്രസിഡന്റ്സ്, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ബ്രിട്ടീഷ് റോയൽസ്, ഇമ്പീരിയലിസ്റ്റ്, പിന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേരുകൾ, ബിസിനസ് ആണെങ്കിലും ലോ ആണെന്നുണ്ടെങ്കിലും ഹൈ ഫൈനാൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് കരുതുന്ന മിക്ക ആളുകളുടെയും പേര് ഈ ഫയൽസിലുണ്ട്. ഈ ഫയൽസിൽ പേര് വന്നിട്ടുള്ള മിക്ക ആളുകളും മുമ്പ് പറഞ്ഞിരുന്നത് ഞാനും ജെഫ്രിയും തമ്മിൽ ഹായ് ബായ് ബന്ധമുള്ളൂ, ഞങ്ങൾ അങ്ങനെ അധികം റിലേഷൻഷിപ്സ് ഒന്നും ഇല്ലാന്ന്. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഫയൽസ് റിലീസ് ചെയ്തപ്പം ഇവർ ഹായ് ബായ് ബന്ധം മാത്രമല്ല ഒരു എടാപോട ബന്ധമായിരുന്നു ഇവർ തമ്മിലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ഫയൽസിൽ കാണുന്നത് ഇവർക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിലും ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിലും ഒക്കെ ജെഫ്രിന് ഒന്ന് ഇമെയിൽ അയക്കണം. അങ്ങനെ ജെഫ്രി അപ്രൂവ് ചെയ്താലേ ഇവരത് ചെയ്യുള്ളൂ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവർ ജെഫ്രിക്ക് അപ്പോൾ ഒരു ഇമെയിൽ അങ്ങോട്ട് അയക്കും. ഈ ബ്രിട്ടീഷ് റോയൽ ആയിട്ടുള്ള പ്രിൻസ് ആൻഡ്രൂയുടെ വൈഫ് അവർക്ക് റെന്റിന് പൈസ ഇല്ലാഞ്ഞിട്ട് ജെഫ്രി എപ്സ്റ്റീനോടാണ് ഇമെയിൽ അയച്ചു ചോദിക്കുന്നത്, ഒരു 20,000 പൗണ്ട് തരാമോ, ഞങ്ങൾക്ക് റെന്റ് എടുക്കാനാണെന്നുള്ളത്. ഇവർക്ക് എന്തിനും ഏതിനും ജെഫ്രി ആവശ്യമായിരുന്നു. ജെഫ്രി ഇപ്പൊ മരിച്ച സ്ഥിതിക്ക് ഇവർ ചാറ്റ് ജിപിടിയോടാണ് എല്ലാം ചോദിക്കുന്നത്. ഈ ഡോക്യുമെന്റ്സ് റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു അവിയൽ പരുവത്തിലാണ്. എല്ലാം കൂടിക്കൊഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇതിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ 18 വയസ്സിന് മുകളിലാവണം. പക്ഷെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഐലാൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 18 വയസ്സാവണ്ട. 18 വയസ്സിലും താഴെയുള്ള ആളുകളാണ് മൂപ്പര് പ്രിഫർ ചെയ്തിരുന്നത്. റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം ഈ ഫയൽസിന് ഒരു ഡൗൺലോഡ് ഓൾ എന്നുള്ള ബട്ടൺ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ, അതും ജേർണലിസ്റ്റുകളും കോമൺ ഫോക്സും എല്ലാവരും ഡൗൺലോഡ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അവർ ഈസി ആയിട്ട് ഫയൽസ് ആക്സസ് ചെയ്തിരുന്നു. അത് കണ്ടപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എന്ത് ചെയ്തു? ആ ഡൗൺലോഡ് ഓപ്ഷൻ കൺവീനിയന്റ് ആയിട്ട് അങ്ങ് എടുത്തു മാറ്റി. അങ്ങനെ നിങ്ങൾ എളുപ്പത്തിലൊന്നും കണ്ടുപിടിക്കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി. ഇപ്പോൾ അതിലുള്ള ഫയൽസ് വൺ ബൈ വൺ ആയിട്ട് ഡൗൺലോഡ് ആക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അവർ അപ്ലോഡ് ചെയ്ത ഫയൽസ് പെട്ടെന്ന് തന്നെ അവർ റിഡാക്ട് ചെയ്ത ഫയൽസ് അവർ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫയൽ വായിച്ച് അത് സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ബാക്ക് അടിച്ചാൽ ചിലപ്പോൾ ആ ഫയൽ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു നല്ല ചാൻസ് ഉണ്ട് അതിൽ. EFTA 01667 എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് അവര് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിലെന്തായിരുന്നു ഉണ്ടായിരുന്നത്? US പ്രസിഡന്റിനെ കുറിച്ചിട്ടുള്ള FBI ടിപ്സ്. DOJ അത് റിമൂവ് ചെയ്തിട്ട് പറഞ്ഞു ഇത് കുറച്ച് മിസ്റ്റേക്സ് ആ ഡോക്യുമെന്റിൽ ഉള്ളതുകൊണ്ടാണ്, റിഡാക്ഷൻ എറേഴ്സ് ഉള്ളതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്. അത് പിന്നെ അപ്ലോഡ് ചെയ്യുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കിയിരുന്ന് കാണാം അപ്ലോഡ് ചെയ്യില്ലേ എന്നുള്ളത്. ഇതിൽ ആദ്യം എന്റെ കണ്ണിൽപ്പെട്ട സ്കാൻഡലാണ് ബിൽ ഗേറ്റ്സിനെ പറ്റിയിട്ടുള്ളത്. ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് ഇതുവരെ ക്ലെയിം ചെയ്തിരുന്ന ബിൽ ഗേറ്റ്സിന് അത്യാവശ്യം നല്ലതല്ല അതിൽ കൂടുതൽ ബന്ധങ്ങളുണ്ട് എന്ന് ഈ ഫയൽസ് തെളിയിക്കണം. ജെഫ്രി എപ്സ്റ്റീൻ ബിൽ ഗേറ്റ്സിന് അയക്കാൻ വെച്ച 2 ഇമെയിൽസ് സ്വന്തം ഇൻബോക്സിലോട്ട് വെപ്രാളം പിടിച്ച് എഴുതിയ 2 ഇമെയിൽസ് അയച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിൽ ഗേറ്റ്സ് റഷ്യൻ ഗേൾസിന്റെ കയ്യിൽ നിന്നും STD കോൺട്രാക്ട് ചെയ്തു. അപ്പം ബിൽ ഗേറ്റ്സിന്റെ ഭാര്യയായിട്ടുള്ള മെലിൻഡ ഗേറ്റ്സിന് അയാൾ HIV കൊടുത്തിട്ടുണ്ടായിരിക്കണം. മെലിൻഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ആന്റിബയോട്ടിക്സ് മെലിൻഡ അറിയാതെ മെലിൻഡയ്ക്ക് എങ്ങനെ കൊടുക്കണമെന്ന് ജെഫ്രി എപ്സ്റ്റീനോട് ബിൽ ഗേറ്റ്സ് ചോദിക്കുകയാണ്. ഇത് ജെഫ്രി സ്വന്തം ഇൻബോക്സിലോട്ട് അയച്ച ഇമെയിൽസ് ആണ് കേട്ടോ. ചിലപ്പം ബിൽ ഗേറ്റ്സിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അയക്കാൻ വെച്ചതായിരിക്കും. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മെലിൻഡ ഗേറ്റ്സിന്റെ പല ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ട്.
മെലിൻഡ ഗേറ്റ്സിന്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. വായിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വായിക്കുക. വളരെ നല്ല ബുക്കാണ്. മെലിൻഡ ഗേറ്റ്സ് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിൽ ഗേറ്റ്സും ജെഫ്രി എപ്സ്റ്റീനും ആയിട്ടുള്ള ബന്ധം അവർക്കറിയാം. ആ ബന്ധം കാരണമാണ് അവരുടെ ഡിവോഴ്സിലോട്ട് വഴിവെച്ചതെന്ന് അവർ പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. കാരണം ജെഫ്രി എപ്സ്റ്റീൻ അവർ കണ്ടപ്പം വളരെ ഈവിൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് അവർക്ക് തോന്നി. അത് കാരണം അയാളായിട്ട് അകലം പാലിക്കണം എന്ന് അവര് ബിൽ ഗേറ്റ്സിനോട് പറഞ്ഞു. ചിലപ്പോൾ അതങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഡിവോഴ്സിലോട്ട് നയിച്ചത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ആ ഒരു രീതിയിലാണ് അവർ പല ഇന്റർവ്യൂസിലും റെസ്പോൺസസ് കൊടുത്തിട്ടുള്ളത്. മെലിൻഡ ഗേറ്റ്സ് ബിൽ ഗേറ്റ്സിനെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ പകുതി പ്രോപ്പർട്ടി എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ കരയുന്നുണ്ടായിരുന്നു. ഇതുപോലെ സ്വന്തം ഭാര്യക്ക് HIV കൊടുത്തിട്ട് അവരറിയാതെ ആന്റിബയോട്ടിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആളുടെ പകുതി സ്വത്തല്ല, മുഴുവൻ സ്വത്ത് കൊണ്ടുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുപോലെ എപ്സ്റ്റീൻ പറയുന്ന വേറൊരു കാര്യം, ബ്രിഡ്ജ് ടൂർണമെന്റിൽ പോകാൻ വേണ്ടിയിട്ട് ഗേറ്റ്സിന് ജെഫ്രി എപ്സ്റ്റീൻ അഡ്രൽ കൊടുത്തിരുന്നത്. അഡ്രൽ എന്ന് വെച്ചാൽ ഒരു ഡ്രഗ് ആണ്. ഇത് പൊതുവെ ആളുകൾ യൂസ് ചെയ്യുക നല്ല ഹൈ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്, ഫോക്കസും ഹൈ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടും. ഗേറ്റ്സ് ഇതിന് മറുപടി ആയിട്ട് പറയുന്നത് ജെഫ്രി എപ്സ്റ്റീൻ കള്ളം പറയാണ്, അങ്ങനെയൊന്നുമില്ല. ജെഫ്രി എപ്സ്റ്റീനെ കട്ട് ചെയ്തപ്പം ദേഷ്യം കൊണ്ട് ജെഫ്രി എപ്സ്റ്റീൻ അയച്ച ഇമെയിൽസ് ആണ് ഇതെല്ലാം, ഇതിൽ വലിയ സത്യമൊന്നും ഇല്ല എന്നാണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. സ്വാഭാവികം. ഇതിൽ എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, വേൾഡിൽ തന്നെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ് ആന്റിബയോട്ടിക്സിന് വേണ്ടിയിട്ട് ജെഫ്രി എപ്സ്റ്റീനോട് തെണ്ടുന്നത്. ഇയാൾക്ക് എന്താ ആന്റിബയോട്ടിക്സ് വേറെ എവിടെ നിന്നും കിട്ടില്ലേ? പക്ഷെ വേറെ എവിടെയെങ്കിലും പോയി ആന്റിബയോട്ടിക്സ് ചോദിച്ചാൽ ചിലപ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരിക്കും എന്തിനാണെന്നുള്ളത്. അങ്ങനെ എങ്ങാനും ലീക്കായാലോ? അല്ല, ഇതിന് മാത്രം ആന്റിബയോട്ടിക്സ് എങ്ങനെയാണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ അടുത്തുള്ളത്? അറിയില്ല. പിന്നെ എൻ്റെ ബലമായ സംശയം, ബിൽ ഗേറ്റ്സിന്റെ കമ്പനി ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിനെ മൈക്രോസോഫ്റ്റ് എന്നുള്ള പേര് ഇട്ടത് ഈ ഐലൻഡിൽ വെച്ചിട്ടാണോ എന്നൊരു സംശയമുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഇവരുടെ കയ്യിലുള്ള ഈ ഫയൽസ്, 9 മില്യൺ പേജസ് ഉള്ള ഫയൽസ്, ഇപ്പോഴും ഇവർ 3 മില്യൺ പേജസ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇവരിത് റിലീസ് ചെയ്യോ? അറിയില്ല. ഇവരെന്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യാതിരിക്കുന്നു? അറിയില്ല. ഇവര് റിലീസ് ചെയ്യാത്ത റെക്കോർഡ്സ് ആണ് ശരിക്കും ആളുകൾക്ക് ആവശ്യം. കാരണം അതിലാണ് ബാങ്ക് ആൻഡ് ബ്രോക്കറേജ് റെക്കോർഡ്സും വേറുള്ള രാജ്യങ്ങളിലെ ഡിപ്ലോമാറ്റ്സ് ആയിട്ടും ഗവൺമെന്റ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അതിലാണ് ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷെ അതൊക്കെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് റിലീസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ ഫയൽസ് കണ്ടാൽ അറിയാം, ഒരുപാട് വേർഡ്സും സെന്റൻസും പിക്ചേഴ്സും ഇവർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, അഥവാ റിഡാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമെയിൽ അയച്ച ആളുകൾ ആർക്കാണ് ഇമെയിൽ അയച്ചതെന്ന് ഇവർ റിഡാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിയമം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, US ലോ പ്രകാരം ഒരാളുടെ ഇമേജിന് ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാൾക്ക് റെപ്യൂട്ടേഷന് ഹാം ഉണ്ടാവും എന്ന് വെച്ചിട്ട് പേര് റിഡാക്ട് ചെയ്യരുത് എന്നാണ് ലോ പറയുന്നത്. പക്ഷേ DOJ ഇതെന്തായാലും റിഡാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ റിഡാക്ട് ചെയ്യുന്നത്? കാരണം നിയമപ്രകാരം അവർ റിഡാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പല റിഡാക്ഷൻസും കോമഡിയാണ്. കാരണം ഈ സെയിം ഡോക്യുമെന്റ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് അപ്ലോഡ് ചെയ്തിട്ട് പല ഡോക്യുമെന്റ്സിലും വേറെ വേറെ ടൈപ്പാണ് റിഡാക്ഷൻ. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്, സെയിം ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് ഓരോരോ ഡോക്യുമെന്റിലും ഡിഫറെന്റ് സാധനങ്ങളാണ്, ഡിഫറെന്റ് വേർഡ്സ് ആണ് റിഡാക്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. കേസ് നമ്പർ റിഡാക്ട് ചെയ്തിട്ട് ഒരു വേർഷനും കേസ് നമ്പർ റിഡാക്ട് ചെയ്യാത്ത വേറൊരു വേർഷനും ഉണ്ട് ഇതിൽ. നിയമപ്രകാരം ഇവർ വിക്ടിംസിന്റെ പേര് മാത്രമേ റിഡാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വേറൊന്നും ഇവർക്ക് റിഡാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ന്യൂഡ് ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് റിഡാക്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ വിക്ടിമിന്റെ നെയിംസ് മാത്രം റിഡാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ ഇവർ ചില സമയങ്ങളിൽ വിക്ടിമിന്റെ നെയിംസ് റിഡാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വിക്ടിമിന്റെ ഒരുപാട് ഇൻഫർമേഷൻ പുറത്ത് പോയിട്ടുണ്ട്. ഇതുവരെ പേര് പറയാത്ത ജെഫ്രി എപ്സ്റ്റീന്റെ ഒരുപാട് വിക്ടിംസ്, അവരുടെ സ്വന്തം ഫാമിലിയിൽ വരെ അവരാണ് വിക്ടിം എന്ന് അറിയാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഈ ഫയൽസിന്റെ ഉള്ളിൽ. പക്ഷെ ഇവരുടെ പേര് റിഡാക്ട് ചെയ്യാതെ അവർക്ക് ത്രെറ്റ്സും മെസ്സേജസും ഒക്കെ വരാൻ തുടങ്ങിയപ്പം ഈ വിക്ടിംസ് മുന്നോട്ട് വന്നു, ഞങ്ങളുടെ നെയിംസ് റിഡാക്ട് ചെയ്യാത്തതുകൊണ്ട് അവർക്കുണ്ടായ ഹാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. അതൊന്നും റിഡാക്ട് ചെയ്യാതെ ഇവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ പേരാണ് റിഡാക്ട് ചെയ്തിരിക്കുന്നത്. ഇവരുടെ റിഡാക്ഷനിൽ വേറെ വലിയൊരു കോമഡിയാണ്, JP മോർഗൻ എന്ന് പറഞ്ഞ വലിയ ബാങ്കിങ് സ്ഥാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ? അതില് ഇവര് JP മോർഗന്റെ JP റിഡാക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ആരെങ്കിലും മോർഗൻ എന്നുള്ളൊരു ബാങ്ക് ഒറ്റയ്ക്ക് പറയോ? JP മോർഗൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു $multi-billion ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഹൈഡ് ചെയ്തിട്ട് ഇവർ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ? JP മോർഗന്റെ JP ഹൈഡ് ചെയ്താൽ ഇത് JP മോർഗൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് ആളുകൾക്കില്ലേ?
വിക്ടിംസിന്റെ പേര് റിവീൽ ചെയ്തിട്ട് JP മോർഗനിലെ JP റിഡാക്ട് ചെയ്ത ഇവരുടെ ബ്രില്യൻസ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അഥവാ DOJ 2-3 ആളുകളുള്ള ഒരു ഓഫീസല്ല, 100,000 ആളുകളെ എംപ്ലോയ് ചെയ്തിട്ടുള്ള വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവരാണ് ഇത്രയും വലിയ മിസ്റ്റേക്സ് ചെയ്യുന്നത്. അഥവാ വിക്ടിംസിന്റെ നെയിമൊക്കെ പുറത്തു വിടുമ്പോൾ ഇത്രയും സ്ലോപ്പി ആയിട്ടുള്ള വർക്ക് ന്യൂയോർക്ക് ടൈംസ് ആയാലും അസോസിയേറ്റഡ് പ്രസ് ആയാലും ഒക്കെ ഇവരുടെ വർക്കിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. വിക്ടിംസിന്റെ പേര് മാത്രമല്ല, വിക്ടിംസിന്റെ ഫോട്ടോസ് ഇവർ ഇടയ്ക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഇങ്ങനെ വാത്തോരാതെ പറയും, ഞങ്ങൾ വിക്ടിംസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഞങ്ങൾ എല്ലാ വിക്ടിംസിനും നീതി വാങ്ങി കൊടുക്കുമെന്നൊക്കെ. പക്ഷെ ഇതുപോലെ വിക്ടിംസിന്റെ നെയിമും അവരുടെ ഫോട്ടോസും റിവീൽ ചെയ്യുക, എന്നിട്ട് എപ്സ്റ്റീന്റെ കൂടെയുള്ള കുറ്റവാളികളുടെ പേരുകൾ കവർ ചെയ്യുക, $multi-billion ബാങ്കിങ് എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ ഫസ്റ്റത്തെ കുറച്ച് വേർഡ്സ് കവർ ചെയ്യുക. അതുപോലെ അവിടെ വേറൊരു നിയമം ഉള്ളതെന്ന് വെച്ചാൽ ഓരോ റിഡാക്ഷൻസിനും ജസ്റ്റിഫിക്കേഷൻ വേണം. എന്തുകൊണ്ട് നിങ്ങൾ അത് റിഡാക്ട് ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്തു എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. ഇവരത് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഊഹിക്കാം, കൊടുത്തിട്ടില്ല. ഹൺഡ്രഡ്സ് ഓഫ് പേജസ് വെറും ബ്ലാക്ക് ബോക്സ് ആയി മാത്രം അച്ചടിച്ച് വന്നിട്ടുണ്ട്. കാരണം അത്രയും കൂടുതൽ ഇവർ റിഡാക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്താണ് റിഡാക്ട് ചെയ്തത്, റിഡാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്, അതൊന്നും അവർ പറയുന്നില്ല. ഞങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫയൽസ് റിലീസ് ചെയ്യുക, പക്ഷെ റിലീസ് ചെയ്ത ഫയൽസ് ഫുള്ള് റിഡാക്ട് ചെയ്യുക. ഇതിലൊക്കെ എന്ത് ട്രാൻസ്പെറൻസി ആണ് ഇരിക്കുന്നത്? ശരിക്കും ഇവർ ഫയൽസ് റിലീസ് ചെയ്തപ്പോൾ വിചാരിച്ചു ഇത് വൈക്കോൽ കൂനയിൽ ഒരു സൂചി പോലെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആളുടെ പേര് കിട്ടിയാൽ, ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുടെ പേര് കിട്ടിയാലായി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആളുകൾ കൂടുതലൊന്നും കണ്ടുപിടിക്കില്ല എന്നായിരുന്നു ഇവർ കരുതിയിരുന്നത്. പക്ഷെ ആളുകൾ ഈ ഫയൽസ് ചെകഞ്ഞ് പരിശോധിക്കാൻ തുടങ്ങി. DOJ റിഡാക്ട് ചെയ്ത വേർഡ്സ് ആളുകൾ അൺറിഡാക്ട് ചെയ്യാൻ എങ്ങനെയൊക്കെ തുടങ്ങി. ആ സമയത്ത് ഇവര് ആളുകൾ ഒരുപാട് സൂചി കണ്ടുപിടിക്കുന്നു, കുറച്ചും കൂടെ വൈക്കോലിടുക എന്ന് പറഞ്ഞ പോലെയാണ് വീണ്ടും ഫയൽസ് റിഡാക്ട് ചെയ്യുന്നതും ഫയൽസ് വിത്ഡ്രോ ചെയ്യുന്നതും ഒരുപാട് കള്ളക്കളികൾ ഇതിൽ കളിക്കുന്നതും. ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പേരാണ് മാരി വില്ലിഫാന. ഇവരാണ് ശരിക്കും ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തിറക്കാൻ മാക്സിമം ശ്രമം നടത്തിയത്. ഈ എപ്സ്റ്റീനെ കുറിച്ച് അന്വേഷിക്കാനും എന്താണ് ഇയാൾ ചെയ്ത ക്രൈംസ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സീനിയേഴ്സിനെ പോലെ അല്ലാണ്ട് ആക്ച്വലി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതും അതുപോലെ വിക്ടിംസിന് ജസ്റ്റിസ് കൊടുക്കണം എന്ന് അതിയായിട്ട് ആഗ്രഹിച്ച ഒരു പ്രോസിക്യൂട്ടറാണ് മാരി വില്ലിഫാന. മെയ് 2007 ആകുമ്പോഴത്തേക്കും മാരി വില്ലിഫാന 82 പേജ് പ്രോസിക്യൂഷൻ മെമ്മോ ഉണ്ടാക്കി. അത് പുറത്തു വന്നിരുന്നെങ്കിൽ അപ്പോഴേ ഈ ജെഫ്രി എപ്സ്റ്റീനെ അറസ്റ്റ് ചെയ്തിട്ട് ഇയാളുടെ കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഒരു വിരാമം ഇടായിരുന്നു. വില്ലിഫാന എന്നുള്ള ഒരു ലോയർ എപ്സ്റ്റീന്റെ അബ്യൂസ് മാത്രമല്ല ഫോക്കസ് ചെയ്ത്, എപ്സ്റ്റീന്റെ മണി, എവിടെയാണ് ഇയാളുടെ മണി പോകുന്നത്, എന്താണ് ഈ മണിയുടെ റൂട്ട് എങ്ങനെയാണെന്ന് ഇവര് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഈ എപ്സ്റ്റീന്റെ അസോസിയേറ്റ്സ് ആയിരുന്ന, എപ്സ്റ്റീനെ ഫൈനാൻസ് ചെയ്തിരുന്ന ലെക്സ് വെസ്നർ എന്ന് പറഞ്ഞിട്ട് ഒരു ബില്യനെയറിനെ വില്ലിഫാന കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ഈ ലെക്സ് വെസ്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, വിക്ടോറിയ സീക്രട്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഒക്കെ CEO ആണ്. അങ്ങനെ ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ജെഫ്രി എപ്സ്റ്റീൻ ആകെ ഇയാൾ കുടുങ്ങുന്നുള്ള ഒരു അവസ്ഥയായപ്പം വില്ലിഫാനെ എങ്ങനെയെങ്കിലും തടുക്കാനായിട്ട്, വില്ലിഫാനയുടെ വർക്ക് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എപ്സ്റ്റീൻ മാക്സിമം ശ്രമം തുടങ്ങി. വില്ലിഫാന കളവ് പറയാണ്, ക്ലയൻസിനെ പ്രഷറൈസ് ചെയ്യാണ്, ഒരു പ്ലീ ഡീലിന് വേണ്ടിയിട്ട് മാക്സിമം ഇൻവേസീവ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വില്ലിഫാനക്കെതിരെ ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ് തുടങ്ങി ജെഫ്രി എപ്സ്റ്റീൻ. എന്നിട്ട് വില്ലിഫാനയുടെ സൂപ്പർവൈസേഴ്സിനെയും വില്ലിഫാനയുടെ ബോസുകളെയും വില്ലിഫാനയുടെ സൂപ്പർവൈസേഴ്സിനെയും വില്ലിഫാനയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവര് വില്ലിഫാനയുടെ വർക്ക് നിർത്തിവെപ്പിച്ചു. ഈ വില്ലിഫാനയോട് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത്രയും അന്വേഷിച്ച ഫയൽസ് എടുത്തിട്ട് ഒരു പ്ലീ ഡീലിലോട്ട് വരാൻ ഫോഴ്സ് ചെയ്തു അവരെ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജെഫ്രി എപ്സ്റ്റീന് ഗവൺമെന്റിൽ എത്രത്തോളം പിടിപാടുണ്ട് എന്നുള്ളത്. ഈ അന്വേഷണത്തിന്റെ അവസാനമാണ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ഹാർട്ട് ഡീൽ എപ്സ്റ്റീന് കിട്ടിയത്. ഇത്രയും കുറ്റകൃത്യം ചെയ്ത ആള് ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇയാളുടെ ശിക്ഷ? എപ്സ്റ്റീന് കിട്ടിയതാകട്ടെ കുറച്ച് മാസം ജയിലിൽ കിടക്കുക. ഇനി ഭാവിയിൽ കൂടെ ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ജെഫ്രി എപ്സ്റ്റീന്റെ കൂടെ വേറെ ആരെങ്കിലും കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവര് ശിക്ഷിക്കൂല എന്നുള്ളൊരു ഡീല്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും കുറ്റവാളിക്ക് അങ്ങനത്തെ ഒരു ഡീല് കിട്ടുമോ? നിങ്ങളുടെ കൂടെ കുറ്റം ചെയ്ത ആളുകളെ പേര് ഭാവിയിൽ തെളിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക്
ശിക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡീൽ ഏതെങ്കിലും കുറ്റവാളിക്ക് ഏതെങ്കിലും ഗവൺമെന്റ് എടുത്ത് കൊടുക്കുമോ? പക്ഷെ ഇയാൾക്ക് കൊടുത്തു. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ഗാർഡ് ആയി മാറുന്ന ഒരു അവസ്ഥ. ഈ ജെഫ്രി എപ്സ്റ്റീൻ ഈ ഡീലിന്റെ സമയത്ത് US പ്രസിഡന്റ് ആയിട്ടുള്ള ബിൽ ക്ലിന്റൺ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവരുടെ പ്രൈവറ്റ് ജെറ്റിൽ ലോകം ഫുള്ള് ചുറ്റിക്കറങ്ങായിരുന്നു. അപ്പോൾ അവര് ചങ്ക് ബഡ്ഡീസ് ആയിരുന്നു. ഇത്രയും പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ആൾക്കാണെങ്കിലും ഇങ്ങനെ ഇത്രയും നല്ലൊരു ഡീല് കിട്ടുമോ? ഇതിന് മുമ്പ് ഇതിനേക്കാളും കൂടുതൽ പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ആളുകൾക്ക് കുറ്റം ചെയ്തിട്ട് ഇത്ര നല്ല ഡീല് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 20 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് സ്പീക്കറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ. സോ ജെഫ്രി എപ്സ്റ്റീനേക്കാളും പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ആളാണ് ഹാസ്റ്റഡ്. ഈ ഹാസ്റ്റഡ് ഒരു പീഡോ ആണെന്ന് FBI റിയലൈസ് ചെയ്തപ്പോഴത്തേക്കും കുറ്റകൃത്യത്തിന്റെ ടൈം കഴിഞ്ഞു വരുന്നു. അവിടെ സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുറ്റം ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ടൈം ഉണ്ട്. ആ ടൈമിന്റെ പുറത്ത് പ്രോസിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 വർഷം. അത് സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻസ് ഓരോ കേസിനനുസരിച്ചും വേറെ പോലെ ആയിരിക്കും. അപ്പം ഈ ഹാസ്റ്റഡ് ചെയ്ത ക്രൈംസിന് സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻസ് തീർന്നു പോയിരുന്നു. പക്ഷേ ഇത്രയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഈ ഹാസ്റ്റഡിനെ FBI പിടിച്ചിട്ട് ജയിലിലാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. വിക്ടിംസിന് ഇയാള് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തതും അതിന്റെ ക്യാഷ് ഫ്ലോ ഒക്കെ നോക്കിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ കണക്ഷൻസ് മാത്രമല്ല, അതിലപ്പുറം എന്തോ എപ്സ്റ്റീൻ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. പൊളിറ്റിക്കൽ കണക്ഷൻസ് മാത്രമല്ലാതെ എപ്സ്റ്റീൻ യൂസ് ചെയ്യുന്ന പല ടാക്ടിക്സ് ഉണ്ട് ഇയാളുടെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളത്. അതിലൊരു എക്സാമ്പിൾ ആണ് എപ്സ്റ്റീനും വാനിറ്റി ഫെയറിന്റെ എഡിറ്റർ ആയിട്ടുള്ള ഗ്രേറ്റൻ കാർട്ടറും ആയിട്ടുള്ള സംഭവം. 2003 ഒരു റിപ്പോർട്ടർ എപ്സ്റ്റീനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്യായിരുന്നു. എപ്സ്റ്റീനെതിരെ ആദ്യം കംപ്ലൈന്റ് കൊടുത്ത ഫാർമർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ടായിരുന്നു അവർ ആ സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്സ്റ്റീനെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് 1996 എന്നിട്ട് അവർ ഇത്രയും വർഷങ്ങൾ എടുത്തു എപ്സ്റ്റീനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റോറി പുറത്തു വരുന്നുണ്ട് എന്ന് അറിയുന്നതോടെ എപ്സ്റ്റീൻ ഈ സ്റ്റോറി ഇല്ലാണ്ടാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അയാൾ യൂസ് ചെയ്ത കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അത് കുറച്ച് അൺഓർത്തഡോക്സ് ആണ്. എല്ലാ ദിവസവും വാനിറ്റി ഫെയറിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള കാർട്ടർ വരുമ്പോഴത്തേക്കും എപ്സ്റ്റീന് അയാൾ വരുന്നതിന് മുമ്പ് തന്നെ ഓഫീസിൽ ഇയാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. വരാനുള്ള ദിവസങ്ങളിലൊക്കെ ഈ കാർട്ടർ വിളിച്ച് തെറി പറയലായിരുന്നു, ഭീഷണിപ്പെടുത്തലായിരുന്നു എപ്സ്റ്റീന്റെ മെയിൻ ഹോബി. ഈ ഭീഷണിയും തെറിയൊന്നും പരിഗണിക്കാതിരുന്ന കാർട്ടർ അവസാനം അടിയറവ് പറയാണ്. അതിനു വേണ്ടിയിട്ട് ജെഫ്രി എന്ത് ചെയ്തതെന്നല്ലേ, ഒരു ലൈവ് ബുള്ളറ്റ് ഈ കാർട്ടറിന്റെ വീടിന്റെ ഫ്രണ്ട് ഡോറിലായിട്ട് വെച്ചു. അതുപോലെ ഒരു പൂച്ചയുടെ തല അറുത്തിട്ട് ഇയാളുടെ കൺട്രി ഹോമിലുള്ള ഗാർഡനിൽ വെക്കണ്ടായി. പക്ഷെ ഇതൊന്നും ചെയ്തത് ജെഫ്രി എപ്സ്റ്റീൻ ആണെന്നുള്ളതിന് തെളിവില്ല. ഇത് രണ്ടും കണ്ടപ്പോൾ ജീവന് ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കി കാർട്ടർ എന്ത് ചെയ്തു, ആ സ്റ്റോറി പിൻവലിച്ചു. ഒരു ജേർണലിസ്റ്റിനെ ഭീഷണിപ്പെടുത്തി സ്റ്റോറി പിൻവലിക്കാം, പക്ഷെ FBI അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അറസ്റ്റ് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഇതുപോലെ ഒരുപാട് ഗ്യാങ് മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നതും വളരെ ത്രച്ചനിങ് ആയിട്ടുള്ളതും ക്രിമിനൽ ആയിട്ടുള്ളതും കൊലപാതകങ്ങളുമായിട്ടുള്ള ഒരുപാട് ഗ്യാങ് മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യുക ധൈര്യപൂർവ്വം. അങ്ങനെയൊക്കെ ചെയ്യുന്ന FBI ഭീഷണി ഭയന്നിട്ട് എപ്സ്റ്റീൻ അറസ്റ്റ് ചെയ്യാതിരിക്കുമോ? ഈ ഗോഡ് ഫാദർ സ്റ്റൈലി ഭീഷണിയൊക്കെ FBIനോട് നടക്കുമോ? അറിയില്ല. ഇനി എനിക്ക് പറയാനുള്ളത് സമാധാന മതത്തിന്റെ ആളുകളോടാണ്. നിങ്ങൾ കുറേയായി അയ്യോ ഈ ഐലൻഡിൽ ഞമ്മന്റെ കൂട്ടക്കാരൊന്നും ഇല്ലേ, ഞമ്മന്റെ കൂട്ടക്കാരൊക്കെ സമാധാനപ്രിയരാണേ, അങ്ങനെ ഒരു ഐലൻഡിൽ ഞമ്മന്റെ കൂട്ടക്കാർ പോവില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും തുറക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അമ്മാതിരി കരച്ചിലായിരുന്നു. അങ്ങനെ ഞമ്മന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഫയൽസിൽ ഇല്ല എന്ന് പറയുന്ന ആളുകളോടാണ്. ആ ഫയൽസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചുതരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സമാധാനവാദ ഫെമിനിസ്റ്റും ഇതിൽ പെട്ടിട്ടുണ്ട്. UAE ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ഹിന്ദ് അൽ ലുവൈസ് ആണ് ഇത്തവണത്തെ നമ്മുടെ ഹീറോ അഥവാ ഹീറോയിൻ. UAE പെർമനന്റ് കമ്മിറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡയറക്ടറാണ് ഞമ്മന്റെ ഫെമിനിച്ചി. യുണൈറ്റഡ് നേഷൻസിലെ ഫോർമർ സീനിയർ അഡ്വൈസറും കൂടിയാണ് കേട്ടോ ഇവള്. ഏകദേശം 469 തവണ എപ്സ്റ്റീൻ ഫയൽസിൽ ഇവളുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. UAEയിലുള്ള ഈത്തപ്പഴത്തിനെ കുറിച്ചിട്ടോ ബുർജ് ഖലീഫിനെ കുറിച്ചിട്ടോ ഒന്നുമല്ല ഇവർ സംസാരിക്കുന്നത്. ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം. ജനുവരി 2012 ഹിന്ദ് എപ്സ്റ്റീൻ അയച്ച ഒരു ഇമെയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ എന്താ എഴുതിയിരിക്കുന്നതെന്ന്. ഒരു പെൺകുട്ടിയെ റെഡിയാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, 2 പെൺകുട്ടികളെ അത് ശരിക്കും ഒരു ചലഞ്ചാണെന്ന്.
ഒപ്പനക്ക് വേണ്ടി റെഡിയാക്കുന്നല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്? അത് നിങ്ങൾക്ക് ഊഹിക്കാലോ. എപ്സ്റ്റീന് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏകദേശം ഒരു 11 മണി ആവുന്നതിന്റെ മുമ്പേ എത്താൻ പറ്റുമെന്ന്. അപ്പോൾ രണ്ടുപേരുടെ കൂടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാലോ എന്ന്. സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്ത് ടൈമാണ് എപ്സ്റ്റീൻ ഉദ്ദേശിക്കുന്നത്? ആ അതേ മാസത്തിൽ തന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. സ്വന്തം അനിയത്തിയെ എപ്സ്റ്റീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബാലപീഡകനായിട്ടുള്ള ഈ മോൺസ്റ്ററിന് വേണ്ടിയിട്ട് സ്വന്തം അനിയത്തിയെ പരിചയപ്പെടുത്തി കൊടുക്കാണ്. ഇവളെന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഇമെയിൽ അവൾ എഴുതിയിരിക്കുകയാണ്, എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട് ആൻഡ് നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ പറയാൻ. എപ്സ്റ്റീൻ മറുപടി പറയുന്നുണ്ട്, നമുക്ക് ലഞ്ചിന് വേണ്ടി മീറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഉവൈസി റിപ്ലൈ ചെയ്യാണ്, നിങ്ങളെ കാണാൻ ഞാനും എൻ്റെ അനിയത്തിയും വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങളെ കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എൻ്റെ അനിയത്തിയെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. അവൾ എന്നെക്കാളും സുന്ദരിയാണെന്ന്. എന്താ ഞാൻ പറയാ, ഇവര് ഘോരഘോരം ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് ഇന്റർനെറ്റിൽ. നിങ്ങൾക്ക് പോയി കാണാട്ടോ. അങ്ങനെ ഫെമിനിസം പറയുന്ന ഇവളാണ് 13 വയസ്സുകാരിയായിട്ടുള്ള സ്വന്തം അനിയത്തിയെ ഈ ബാലപീഡകന് കാഴ്ചവെക്കുന്നത്. ഇന്റർനാഷണൽ കോൺഫറൻസിലും UN-ലൊക്കെ പോയിട്ട് ഇവര് നല്ലോണം ഫെമിനിസം പറയും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇൻവെസ്റ്റിംഗ് ഇൻ വുമൻ ഇസ് നോട്ട് ഓൺലി ദ റൈറ്റ് തിങ് ടു ഡു ബട്ട് ഇറ്റ്സ് ഓൾസോ ദ സ്മാർട്ട് തിങ് ടു ഡു. സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് സ്മാർട്ട് ആയിട്ടുള്ള കാര്യം എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വേറെ പല ചിന്തകളാണ് വരുന്നത്. എന്തായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്? ഇവര് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വേറെ രീതിയിൽ ചിന്തിച്ചു പോവാണ്. ഇനി ഞമ്മന്റെ സമാധാന മതത്തിൽ നിന്നുള്ള ചെസ് നമ്പർ 2, സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം. ഈ കാക്ക ആരാണെന്ന് അറിയണ്ടേ? DP വേൾഡിന്റെ CEO ആണ്. DP വേൾഡ് ഒരു മേജർ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഫേം ആണ്. UAE ആണ് അവർ ബേസ്ഡ് ആയിട്ടുള്ളത്. ഏകദേശം 9 ബില്യൺ ആസ്തിയുള്ള ആളാണ് ഈ സുൽത്താൻ ബിൻ സുലൈം. എപ്സ്റ്റീൻ ഇയാൾക്ക് 2009 ഒരു മെയിൽ അയക്കുണ്ടായി, നിങ്ങൾ എവിടെയാണ്, ഓക്കെ അല്ലേ, നിങ്ങൾ അയച്ച ടോർച്ചർ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. ഈ ഞമ്മന്റെ മതക്കാർക്ക് എപ്സ്റ്റീൻ ഫയൽസ് റിലീസ് ചെയ്യുമ്പോൾ മിണ്ടാണ്ടിരുന്നാൽ മതി. അപ്പോഴത്തേക്കും റീൽ ഉണ്ടാക്കാൻ തുടങ്ങി. ഞമ്മന്റെ മതക്കാർ അതിലില്ലേ, ഞമ്മന്റെ കൂട്ടുകാർ അതിലില്ലേ, നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഈ നെയിംസ് ഒന്ന് റിലീസ് ആവുന്നവരെ എന്തെങ്കിലും മിണ്ടാതിരിക്കായിരുന്നു. എന്നാൽ ഇത്ര ഹ്യൂമിലിയേഷൻ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ എല്ലാവരും കൂടെ എടുത്തിട്ട് ട്രോളാണ്. സ്വയം വാങ്ങി വെച്ചതല്ലേ, എടുത്തോളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഫയൽ EFTA 00666117 നോക്കിയാൽ മതി. പോരാത്തതിന് 2007 സുൽത്താൻ സുലൈം എപ്സ്റ്റീൻ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ മോഡലിനെ മീറ്റ് ചെയ്യാൻ ഇയാളെടുത്ത കഷ്ടപ്പാടിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഇമെയിലിൽ എപ്സ്റ്റീനോട് പറയുന്നുണ്ട്. ഈ ബ്ലൂംബർഗ് ഒബ്റ്റൈൻ ചെയ്ത വേറൊരു ഇമെയിലിൽ ഇയാൾ എഴുതുന്നുണ്ട്, എപ്സ്റ്റീനെ ഇയാൾ മെയിൽ അയക്കാണ് കേട്ടോ. അതിൽ എഴുതുന്നുണ്ട്, after several attempts for several months we managed to meet in NY. This is a misunderstanding. She wanted some business while I only wanted some dash. അവളെ ഒരു സൂപ്പർ മോഡലിനെ മീറ്റ് ചെയ്യാൻ നോക്കി. കുറെ ആയി അവളെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവള് ബിസിനസ് ചെയ്യാനാണ് താല്പര്യപ്പെട്ടിരുന്നത്. പക്ഷെ എനിക്ക് അവള് ബിസിനസ്സിലായിരുന്നില്ല, വേറൊരു കാര്യത്തിലായിരുന്നു ഇൻട്രസ്റ്റ് എന്ന്. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ട് അവള് റിജക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് എപ്സ്റ്റീന്റെ ഇമെയിലിൽ വന്നിട്ട് ഇയാൾ കരയുന്നത്. വേറൊരു ഇമെയിലിൽ ഇയാൾ എപ്സ്റ്റീൻ എഴുതിയിരിക്കുകയാണ്. 2017 ഇമെയിൽ അയച്ചിട്ടുള്ളത്. ഒരു എസ്കോർട്ട് വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ് ആ ഇമെയിലിൽ ഉള്ളത്. അതുപോലെ എപ്സ്റ്റീൻ ഐലൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെസ്യൂസ്, അവരുടെ സ്പാൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെസ്യൂസിന്റെ പാസ്പോർട്ട് അയച്ചു കൊടുത്തിട്ട് ഇവർക്കൊരു ജോലി തരപ്പെടുത്താൻ വേണ്ടിയിട്ട് തുർക്കിയിലുള്ള ഒരു ഹോട്ടലിൽ ജോലി തരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സുലൈം എപ്സ്റ്റീൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ 2013 ഇയാള് എപ്സ്റ്റീൻ അയച്ചൊരു ഇമെയിലാണ്, ബൈ ദ വേ ദ യുക്രൈനിയൻ ആൻഡ് ദ മാൽഡോവിയൻ അറൈവ്ഡ്. ബിഗ് ഡിസപ്പോയിന്റ്മെന്റ്, ദ മാൽഡോവിയൻ is not as attractive as the picture while the Ukrainian is very beautiful. എപ്സ്റ്റീനെ തിരിച്ച് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഫോട്ടോഷോപ്പ്. ഇയാൾ എന്താ പറഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ യുക്രൈനിയൻ മാൽഡോവിയനും വന്നു,
വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു മാൽഡോവിൻ. പക്ഷേ യുക്രൈനിയൻ സുന്ദരിയായിരുന്നു എന്ന്. ഇപ്പൊ ഞമ്മന്റെ മതത്തിലുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ആളുകളിലോട്ട് പോവാം. നിങ്ങൾ കരച്ചിൽ നിർത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. യുഎസിലെ കൊമേഴ്സ് സെക്രട്ടറി ആയിട്ടുള്ള ഹോവാർഡ് ലുട്നിക്, അയാള് ജെഫ്രി എപ്സ്റ്റീന്റെ അയൽവാസിയായിരുന്നു. അതുപോലെ അവരുടെ വേറെ നെയ്ബറാണ് ബിൽ കോസ്ബി. അപ്പുറത്ത് താമസിക്കുന്ന ആളാണ് വുഡി അലൻ. ഇവരെല്ലാവരും ക്രിമിനൽസ് ആണ്. ഈ ബിൽ കോസ്ബി എന്ന ആള് ഏകദേശം 60 സ്ത്രീകള് ഇയാളെ ലൈംഗികമായിട്ട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. 60 സ്ത്രീകള്, ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുക, അതുപോലെ ഒരുപാട് കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അയാളാണ് ഈ ജെഫ്രി എപ്സ്റ്റീന്റെ നെയ്ബർ. വുഡി ആലൻ എന്നുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ഡയറക്ടർ ഉണ്ട്. വുഡി ആലന്റെ മൂവീസ് കണ്ട ആളുകൾക്ക് അറിയുന്നുണ്ടാവും. കുറച്ച് ക്രീപ്പി മൂവീസ് ആണ്, ചില നല്ല മൂവീസ് ഉണ്ട്. പക്ഷെ ഇയാള് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ഇയാളുടെ ബ്ലൂ ജാസ്മിൻ എന്നുള്ള മൂവിക്ക് ഓസ്കർ നോമിനേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഒരു ക്രിമിനൽ ആണെന്ന് ഞാൻ പറയാൻ കാരണം, ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് മോളെയാണ്. സ്വന്തം വളർത്തുമകളെയാണ് ഇയാൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇയാളുടെ പാർട്ട്ണറിന്റെ മകളെ അവൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഗ്രൂം ചെയ്ത് എടുത്ത് കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ ഇയാൾക്ക് 62 വയസ്സാണ്, അവൾക്ക് 27 വയസ്സ്. സുനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു ഇയാളുടെ പാർട്ട്ണർ ഉണ്ടായിരുന്നത്. ഇയാൾ അവളെ കല്യാണം കഴിച്ചു. ഏകദേശം 35 വയസ്സിന്റെ ഏജ് ഗ്യാപ്പാണ് ഇവർ തമ്മിലുള്ളത്. ഇയാളൊരു പീഡോഫൈൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ക്രിമിനൽസിന്റെ ഒക്കെ ചുറ്റുമാണ് എപ്സ്റ്റീൻ താമസിച്ചിരുന്നത്. ഈ വുഡി അലൻ ഇയാളുടെ മോൾ അഥവാ വൈഫ്, ഇവരായിട്ട് ഇടയ്ക്കിടയ്ക്ക് എപ്സ്റ്റീന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. പക്ഷേ വുഡി അലൻ മകളെ ചതിച്ചിട്ടില്ല. എന്നുവെച്ചാൽ വുഡി അലൻ എപ്സ്റ്റീൻ ട്രാഫിക് ചെയ്ത ആളുകളായിട്ടൊന്നും വുഡി അലന് ബന്ധമില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം മോളെ അയാൾ ചതിച്ചില്ല. ആ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത് കേട്ടോ. ഈ കൊമേഴ്സ് സെക്രട്ടറി വുഡി അലന്റെയും ബിൽ കോസ്ബിയുടെയും കാര്യം ഓക്കെ, ഇവരെന്തായാലും ക്രീപ്സ് ആണ്. പക്ഷെ ഇപ്പൊ കൊമേഴ്സ് സെക്രട്ടറി ആയിട്ട് സെർവ് ചെയ്യുന്ന ഹോവാർഡ് ലുട്നിക്കോ, അയാൾ ഈ അടുത്ത് ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ടായി, അയാളും അയാളുടെ വൈഫും ജെഫ്രി എപ്സ്റ്റീന്റെ വീട്ടിലോട്ട് കയറി ചെന്നു. അവിടെ ഒരു മസാജ് ടേബിൾ ഉണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ജെഫ്രി എപ്സ്റ്റീൻ എന്തോ വളരെ മോശമായിട്ട് പറഞ്ഞു. അത് കേട്ടിട്ട് അവർ ഡിസ്ഗസ്റ്റഡ് ആയിട്ട് വന്ന വഴിയെ തിരിച്ച് വീട്ടിലോട്ട് പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം എപ്സ്റ്റീനെ കണ്ടിട്ടില്ല എന്ന്. പക്ഷെ ഈ ഫയൽസ് പറയുന്നത് വേറൊരു കഥയാണ്. 2012 ലുട്നിക്ക് എപ്സ്റ്റീന്റെ ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നതായിട്ടുള്ള ഒരു ഇമെയിൽ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗിൽറ്റി പ്ലീ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലുട്നിക്കിന് മെസ്സേജ് അയക്കുന്നത്. നിങ്ങളെ കണ്ടത് സന്തോഷം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത്. ആ സമയത്ത് എല്ലാവർക്കും അറിയാം ആള് മോശക്കാരനാണ്, ഇയാളുടെ കയ്യിലിരിപ്പ് ശരിയല്ല, ഇയാൾ ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും ആ സമയത്ത് അറിയാം. നിങ്ങളുടെ ക്ലോസ് സർക്കിളിലാണ്, നിങ്ങളുടെ അയൽവാസിയാണ് ഇയാൾ. സോ ന്യൂയോർക്കിലെ സെക്സ് ഒഫൻഡേഴ്സിന് ഒരു റിക്വയർമെന്റ് ഉണ്ട്. അവര് അയൽവാസികൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കും, ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കും, ഒരു സെക്സ് ഒഫൻഡർ നിങ്ങളുടെ നെയ്ബർ ആയിട്ടുണ്ട് എന്നുള്ളത്. അടുത്തുള്ള വീട്ടിലോട്ടൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ പോകും. പക്ഷേ ഇത്രയും കുറ്റവാളികളുള്ള ഒരു നെയ്ബർഹുഡില് ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ ഇവർക്ക് സ്ഥിരം വരുന്നുണ്ടാവും. അത് കാരണം മൈൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വുഡി അലൻ ഇയാളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വുഡി അലൻ കുൽസിത പ്രവർത്തനത്തിനൊന്നും നിന്നിട്ടില്ല. മോളെ കല്യാണം കഴിക്കുന്നത് വെച്ചാൽ ഈ പൊതുവെ ബാങ്കിങ് സെക്ടേഴ്സ് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ ഇടന്ന് സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫ്ലാഗ് ചെയ്യും. ഇതുപോലെ മേജർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്സ്റ്റീന്റെ ട്രാൻസാക്ഷൻസ് പണ്ടേ ഫ്ലാഗ് ചെയ്തിരുന്നു. അവര് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും മണി ലോണ്ടറിങ്ങും ഒക്കെ സസ്പെക്ട് ചെയ്തിരുന്നു ഇയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് കാരണം അവർ നേരത്തെ തന്നെ ഇത് ഫ്ലാഗ് ചെയ്തിരുന്നു. പക്ഷെ JP മോർഗനിലുള്ള സീനിയർ സ്റ്റാഫ് ആയിട്ടുള്ള ജെസ് സ്റ്റെയ്ലി എപ്സ്റ്റീനെ അവരുടെ ബാങ്കിൽ ഒരു മെമ്പറായിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഒരു ക്ലയന്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്തു എന്നാണ് അറിയുന്നത്. പിന്നെ എപ്സ്റ്റീന്റെ ഇമേജ് ഒന്ന് കാരണം ഇയാൾ അറസ്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം എപ്സ്റ്റീന്റെ ഇമേജ് ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇയാളൊരു ഇയാളൊരു പീഡോഫൈൽ ആണെന്നുള്ള, ഇയാളൊരു പീഡോ ആണെന്നുള്ള ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ഇമേജ് ഒന്ന് നന്നാക്കാൻ വേണ്ടി ഇയാള്
നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ടറായിട്ടുള്ള വുഡി അലനെ വെച്ചിട്ട് ഇയാളെ കുറിച്ചൊരു നല്ല ഡോക്യുമെന്ററി ചെയ്യാം. പാവം കാരുണ്യവാൻ, എല്ലാവർക്കും പൈസ വാരിക്കോരി കൊടുക്കുന്ന നല്ലവനായ ഉണ്ണിയാണ് എപ്സ്റ്റീൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇയാൾ കുറെ ക്യാമ്പയിൻ ചെയ്തിരുന്നു. ഒരുപാട് നോബൽ ലോറേറ്റ്സിനെയും സയന്റിസ്റ്റുകളെയും ഒക്കെ ഇയാളുടെ ഐലൻഡിലോട്ട് വിളിച്ച് ഒരു വലിയ പാർട്ടി കഴിക്കുക, എന്നിട്ട് ഇയാളുടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുക, ഇയാൾ എത്ര നല്ലവനാണെന്നുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ഇയാളുടെ വൈഫിന്റെ ഗിലെൻ മാക്സ്വെൽ, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, ഗിലെൻ മാക്സ്വെലിന്റെ അനിയത്തിന്റെ ഹസ്ബൻഡിനെയാണ് ഇയാൾ ഇതിനെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇയാളുടെ വൈഫിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് അൽ സെക്കിൾ എന്ന് പറഞ്ഞ ഒരാൾ, ഇയാള് ഫ്രാൻസിൽ നിന്ന് 2015 ഇയാൾ ഫ്രാൻസിൽ നിന്ന് ഒരു മലയുടെ മുകളിൽ കയറി ചാടി ആത്മഹത്യ ചെയ്തു, എന്നിട്ട് ഇയാളെ കാണുന്നില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതൊക്കെ നമുക്ക് എന്തായാലും വിശ്വസിക്കാം. ഇയാളുടെ ഇമേജ് നന്നാക്കാൻ വേണ്ടി എടുത്ത ഡോക്യുമെന്ററി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ ആളുകൾ കുറെ വളരെ നല്ല വീഡിയോ, നല്ലവനായ എപ്സ്റ്റീൻ, നല്ലവനായ ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കൂടിയിട്ടുള്ള ഒരാളാണ് വേൾഡ് ഫേമസ് ലിംഗ്വിസ്റ്റ് നോം ചോംസ്കി. നോം ചോംസ്കി പറയുന്നത് എപ്സ്റ്റീന്റെ കൂടെയുള്ള വീക്കെൻഡ്സ് വണ്ടർഫുൾ ആയിരുന്നു എന്ന്. വണ്ടർഫുൾ ആവുമല്ലോ, കാരണം അവിടെയുള്ള ആളുകളൊക്കെ പ്രായം കുറഞ്ഞവരാകുമ്പോൾ ഇയാൾക്ക് നല്ല വണ്ടർഫുൾ ആയി തോന്നുന്നുണ്ടാവും. ഈ നോം ചോംസ്കി എപ്സ്റ്റീനോട് പറയാണ്, നിങ്ങൾക്ക് എതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ നിങ്ങൾ തള്ളിക്കളയാ, നിങ്ങൾ മൈൻഡ് ആക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുമ്പ് എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിച്ചു പോയിക്കോളൂ. ആളുകൾക്ക് ഭ്രാന്താണെന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. എനിക്ക് ഇയാളോട് നല്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു. കാരണം ഇയാളുടെ വർക്കൊക്കെ വായിച്ച് ഇയാളുടെ വർക്ക് അടിപൊളിയാണല്ലോ, വളരെ പ്രൊഫൈൻഡ് ആയിട്ടുള്ള തോട്ട്സ് ആണല്ലോ, ഒറിജിനൽ ഐഡിയാസ് ആണല്ലോ എന്നൊക്കെ ഞാൻ ഇയാളുടെ വർക്ക് വായിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നുണ്ട്. അതാലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നുണ്ട്. മിച്ച് വേബർ എന്നൊരാള്, അത് അലൻ ഡെർഷോവിറ്റ്സിന്റെ സ്റ്റുഡന്റ് ആണ്. അയാള് എപ്സ്റ്റീന് ഒരു ഇമെയിൽ അയക്കുന്നുണ്ട്. ചില സ്റ്റേറ്റ്സിൽ ഏജ് ഓഫ് കൺസെന്റ് ലോ ആണ്. അപ്പം ആ ഒരു സ്റ്റേറ്റ്സിലോട്ട് മൈനേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഈ മിച്ച് വെബർ ആണ്. ഈ ഫയൽസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പയിൻ ചെയ്ത ആളായിരുന്നു ഇലോൺ മസ്ക്. എനിക്ക് എപ്സ്റ്റീനായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് ഇലോൺ മസ്ക് എപ്സ്റ്റീന്റെ ഐലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എപ്സ്റ്റീനെ ബെഗ് ചെയ്തിട്ട് ഇമെയിൽ അയക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരുപാട് വീഡിയോസ് സർക്കുലേറ്റ് ചെയ്ത് കാണുന്നത് കണ്ടു. ഒരുപാട് AI വീഡിയോസ്, ഒരു കുട്ടിയുടെ ഫേസ് ഒക്കെ പോയിരിക്കുന്നതും അതുപോലെ അവരുടെ കൈ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഇതൊക്കെ AI ഫേക്ക് ഇമേജസ് ആണ്, ഇത് ഫേക്ക് വീഡിയോസ് ആണ്. നിങ്ങൾ എപ്സ്റ്റീൻ ഐലൻഡിലുള്ള ഉപദ്രവങ്ങളെ കുറിച്ചിട്ടും എപ്സ്റ്റീൻ ചെയ്ത ദ്രോഹങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ AI ഇമേജസ് കൊടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതില്ലാതെ തന്നെ കൺവേ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നത് ആൾക്കാർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇമോഷണൽ ആയിട്ട് ഇത് ഫീൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വളരെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമേഴ്സും ഒക്കെ AI ആയിട്ടുള്ള ഫേക്ക് വീഡിയോസ് എടുത്ത് കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം നേരെ വിപരീതമായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് കൂടുതൽ ഇമോഷണൽ ആവുകയാണെന്നുണ്ടെങ്കിലും ഇവൻച്വലി അതെന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ AI വീഡിയോസ് ഏതാ റിയൽ ഏതാന്ന് ആൾക്കാർക്ക് മനസ്സിലാവാതെ എല്ലാതും AI ആയിട്ട് ആളുകൾ കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. എപ്സ്റ്റീൻ ഐലൻഡിൽ നടന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ AI വീഡിയോസിന്റെ ആവശ്യമില്ല. അതില്ലാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈവിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത്. അവിടെ ആൾക്കാർ ട്രാഫിക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിക്ടിംസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ധാരാളം. നിങ്ങൾ AI വീഡിയോസ് കൊണ്ടുവരണ്ട, കാരണം ആ ഐലൻഡിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഹാരോയിങ്ങും ഹൊറിഫിക്കുമാണ്. AI ഇല്ലാതെ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോൾസ് ഇൻഫർമേഷൻ കൊണ്ടുവരുമ്പോൾ മിസ്ഇൻഫർമേഷനും ഫോൾസ് ഇൻഫർമേഷനും അതുപോലെ ആൾക്കാർക്ക് ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും എടുത്ത് പറയുന്നതൊക്കെ ശരിക്കും നിങ്ങൾ സമൂഹത്തിന് നല്ലതാണോ ചെയ്യുന്നതെന്ന് ഒന്ന് ഇരുത്തി ആലോചിച്ച് ചിന്തിക്കാം. ഞാൻ ഇതിൽ AI വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമേഴ്സിനോടും യൂട്യൂബേഴ്സിനോടാണ് ചോദിക്കുന്നത്. ഞാൻ ഈ എപ്സ്റ്റീൻ ഫയൽസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഒരു ഹൈസ്കൂൾ സമയത്താണ്. ആ സമയത്ത് തന്നെ ഇതിലെ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റാബിറ്റ് ഹോൾസിന്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് പുറത്തു വന്നതിൽ കുറച്ചെങ്കിലും സന്തോഷം, കാരണം കുറച്ചെങ്കിലും വിക്ടിംസിന് നീതി കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അവർക്ക് നീതി കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് പാം ബോണ്ടി ആയിട്ട് നടത്തുന്ന ഹിയറിംഗ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരോട് നിങ്ങൾ തിരിഞ്ഞു നിന്ന് വിക്ടിംസിനെ ഒന്ന് നോക്കൂ, അവർക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കാരണം FBI ആണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണെങ്കിലും വിക്ടിംസിന് ഒരു ജസ്റ്റിസ് കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇപ്പോഴും അവർ
എപ്സ്റ്റീന്റെ കോ കോൺസ്പിരിറ്റേഴ്സിനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് കാഷ് പട്ടേലും പാം ബോണ്ടിയും ട്രംപും ഒക്കെ ശ്രമിക്കുന്നത്. ഇത്രയും പണവും സ്വാധീനവും ഉള്ള ആള് എങ്ങനെയാണ് ഇയാളുടെ മണി വന്നതെന്ന് അറിയില്ല. ഇയാൾക്ക് മണി ലോണ്ടറിങ് ഉണ്ട്. എങ്ങനെയാണ് ഇയാളുടെ ക്യാഷ് വന്നതെന്ന് അറിയില്ല. ഇയാൾ എങ്ങനെയാണ് ഇത്ര ആൾക്കാരെയും ട്രാഫിക് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ അറിയാവുന്ന ഇയാളുടെ സർക്കിളിലുള്ള ഒരുപാട് ആളുകൾ ഇത് മൂടിവെച്ചു. ഒരുപാട് വർഷങ്ങളോളം ഇത് മൂടിവെച്ച് അയാളെ കണ്ടിന്യൂ ചെയ്ത് സമ്മതിച്ചു. അയാൾ കൊടുക്കുന്ന സർവീസസ് എടുത്തു. ഇനിയും ഇതുപോലെ നമ്മുടെ ചുറ്റും ഇതുപോലെ ഇനിയും ആളുകൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കോൺസ്പിററ്റോറിയൽ ആവാതിരിക്കുക. ഫാക്ട്സ് ആയിട്ട് കാണാം. എന്ന് വെച്ച് നമ്മളൊന്നും ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കരുത്. ഗവൺമെന്റ് എന്താണോ പറയുന്നത്, ഈ DOJ എന്താണ് റിലീസ് ചെയ്യുന്നത്, അത് എന്തുകൊണ്ട് അവർ റിഡാക്ട് ചെയ്തു, എന്തായിരിക്കും റിഡാക്ട് ചെയ്യാൻ കാരണം, നമ്മൾ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യുക. എല്ലാവരും വെള്ളം തൊടാതെ വിഴുങ്ങാൻ നിൽക്കണ്ട. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്റർനെറ്റിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരുന്ന കുറെ AI ഇമേജസും അതുപോലെ മിസ്ഇൻഫർമേഷനും വെള്ളം തൊടാതെ വിഴുങ്ങാതിരിക്കുക. ഇത് സത്യമാണോ സത്യമില്ലെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഫാക്ട് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. നിങ്ങൾക്കൊരു ഇമോഷണലി ട്രിഗറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സെൻസേഷണലൈസേഷൻ ആയിരിക്കും വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് റീച്ചും വ്യൂസും കൂടുള്ളൂ. കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന റീച്ചും വ്യൂസും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആളുകൾ കുറച്ച് സെൻസേഷനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, സത്യവും കളവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. എപ്സ്റ്റീന്റെ ക്രൂരതകൾ പറയാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്